ഇത് ടൊറോയിഡ്. അടുത്ത പഠിക്കുന്നതാണ് ടൊറോയിഡ്. ഒരു സോളിനോഡിന്റെ രണ്ടറ്റങ്ങൾ ചേർത്താൽ കിട്ടുന്ന ഫോമാണ് ടൊറോയിഡ്. അപ്പോൾ ടൊറോയിഡ് എന്ന് പറഞ്ഞാൽ സോളിനോഡ് തന്നെയാണ്. സോളിനോഡ് വളച്ച് രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിച്ച് വെച്ചാൽ ടൊറോയിഡായി. ഒരു ടൊറോയിഡാണ് വരയ്ക്കാൻ പോണത്. അപ്പോൾ ഈ അറേഞ്ച്മെന്റിലൂടെ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് കാണാൻ പോകുന്നത്. നമ്മൾ ഈ ടൊറോയിഡിന്റെ ഒരു യൂണിറ്റ് ലെങ്ത്തിലുള്ള നമ്പർ ഓഫ് ടേൺസ് n ആണ്. ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട് I ആണ്. ഈ കറണ്ട് ഇങ്ങനെ വട്ടത്തേക്ക് ഇറങ്ങി 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 തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കറണ്ട് ഇവിടെ വന്ന് ഇത് I എന്നുള്ള കറണ്ട് വന്ന് ഇതിലൂടെ ഫ്ലോ ചെയ്ത് തിരിച്ച് I എന്നുള്ള കറണ്ട് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലോ നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, സെൻറ്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഞാനിവിടെ ഒരു പോയിന്റ് ഇടുകയാണ്. ഇവിടെ ഒരു പോയിന്റ് ഇട്ടു, P എന്നുള്ള പോയിന്റ് ഇട്ടു. ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ആംബിയേഴ്സ് തിയറി പ്രകാരം നമുക്കറിയാൻ പറ്റും B.dl എന്ന് പറയുന്നത് μ0 ടൈംസ് കറണ്ടാണ്. ഇവിടെ ഇന്റഗ്രൽ B.dl എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, ആംബിയേഴ്സ് തിയറാണ്. ഒരു കറണ്ട് കടന്നു പോകുന്ന കണ്ടക്ടർ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് എടുത്തു. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ BDL കണ്ടു, അതിന് ചുറ്റും ഉണ്ടാകുന്ന BDL കണ്ടു. അങ്ങനെ ഓരോ പോയിന്റിലും BDL കണ്ട് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ ആണ് നമുക്ക് ഇന്റഗ്രൽ BDL കിട്ടുക. അപ്പോൾ ഇന്റഗ്രൽ BDL എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ പോയിന്റും BDL മൊത്തം കൂട്ടിയെടുത്തു. അങ്ങനെ കൂട്ടി കഴിഞ്ഞാൽ കിട്ടുന്നത് μ0 ടൈംസ് കറണ്ടാണ്. ആ കറണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോണ കണ്ടക്ടറിലൂടെ പോണ കറണ്ടാണ്. ആ കറണ്ട് ഈ നമ്മൾ വരച്ച ലൂപ്പിന്റെ ഉള്ളിൽ വിടുന്ന കറണ്ടാണത്. ഇതാണ് ലോ പറയുന്നത്. ഈ ലോ വെച്ചുകൊണ്ടാണ് നമ്മൾ ടൊറോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കുറെ കറണ്ട് അതിൽ എൻക്ലോസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എൻക്ലോസ് എന്ന് എഴുതും. ഇപ്പോൾ ഇവിടെ ഇന്റഗ്രൽ BDL കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്നത് ഈ B×2πr കിട്ടും. കാരണം ഇതിന്റെ റേഡിയസ് നമ്മൾ r ആയിട്ട് എടുക്കുകയാണെങ്കിൽ സെൻറ്ററിൽ നിന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് r ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതിന്റെ മൊത്തം സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്. അപ്പോൾ B×2πr കിട്ടും μ0 ടൈംസ് I എൻക്ലോസ്ഡ് എന്ന് കിട്ടി. ഇവിടേക്കുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് Pയിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം തന്നെയാണ്. അടുത്തത് നമുക്ക് എഴുതാൻ പറ്റും I എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? I എൻക്ലോസ്ഡ് അതിന്റെ വാല്യൂ കാണാം. കുറേയധികം കറണ്ടിന്റെ ലൂപ്പുകളിൽ ഉള്ളിപ്പെട്ടിട്ടുണ്ട്. അപ്പം മൊത്തം 2πr ആണ് ലെങ്ത്. ഒരു യൂണിറ്റ് ലെങ്ത് n ടേൺസ് ഉണ്ടെങ്കിൽ മൊത്തം എത്ര ടേൺസ് ഉണ്ട്? 2πr × n എന്ന് പറയുന്ന ടേൺസ് ഉണ്ട്. ഇതിന്റെ മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് 2πr ആണ്. അതിലൊരു യൂണിറ്റ് ലെങ്ത്തിൽ n ടേൺസ് ഉണ്ടെങ്കിൽ 2πr × n ആണ് ഇതിൻ്റെ ഉള്ളിലുള്ള മൊത്തം ടേൺസ്. അപ്പോൾ അതിൽ മൊത്തം ടേൺസ് കിട്ടി 2πr × n കിട്ടി. അതിലൊരു ലൂപ്പിലെ കറണ്ട് I ആണെങ്കിൽ മൊത്തം കറണ്ട് എന്ന് പറയുന്നത് 2πr n × I ആണ്. അപ്പോൾ ഈ I എൻക്ലോസിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി അത് ഇതിലേക്ക് കൊടുക്കുക. ഇവിടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? B×2πr = μ0 ടൈംസ് I എൻക്ലോസ്ഡ്. ഈ വാല്യൂ ആണ് നമ്മൾ കൊടുക്കാൻ പോണത്. ഇവിടുന്ന് കൊടുക്കുകയാണ് 2πr n I എന്ന് കിട്ടി. ഇതിൽ 2πrഉം ഈ 2πrഉം ക്യാൻസൽ ചെയ്യാം. അപ്പം നമുക്ക് കിട്ടുന്നത് B = μ0 n എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ട സോളിനോയിഡിൻ്റെയും ഇപ്പം കണ്ട ടൊറോയിഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ കിട്ടി സെയിം ആണെന്ന് മനസ്സിലായി. അപ്പോൾ ടൊറോയിഡ് കൂടെ കറണ്ട് കടന്നു പോയാൽ കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0 n I ആണ്. സോളിനോയിഡ് കൂടെ കറണ്ട് കടന്നു പോയാൽ കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0 n I ആണ്. n എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. I എന്ന് പറയുന്നത് ഇവിടെ കറണ്ടാണ്.